പരിശുദ്ധ റമദാനിന്റെ പകുതി കഴിഞ്ഞ ഒരു വേളയിലാണ് നമ്മളുള്ളത്. മൂന്നാമത്തെ വെള്ളിയാഴ്ച. അല്ലാഹു നാം ഇതുവരെ ചെയ്ത മുഴുവൻ നല്ല പ്രവർത്തനങ്ങളെയും സ്വീകരിക്കുമാറാവട്ടെ. പശ്ചിമേഷ്യ ഒരു യുദ്ധമുന്നണിയിലാണ്. ലോകമെങ്ങും യുദ്ധത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളും വാർത്തകളുമാണ്. നമ്മളുമൊക്കെ അതിൽ പെട്ടവരാണ്. നിരന്തരമായി യുദ്ധത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നു. അതിന്റെ വാർത്തകൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ കെടുതി, അനന്തര ഫലം ലോകത്ത് എല്ലാവർക്കും അനുഭവിക്കേണ്ടി വരും. നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, സമാധാനം തിരിച്ചു കിട്ടുന്നതിനും. ഇങ്ങനെ ലോകം ഒരു യുദ്ധ സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് വിശ്വാസികളെ സംബന്ധിച്ച് വീണ്ടും ഒരു ബദർ ചർച്ചയാണ്. ബദർ എന്നത് അധികാരമേൽക്കോയ്മയ്ക്ക് വേണ്ടിയോ അധികാരം പിടിച്ചെടുക്കുവാൻ വേണ്ടിയോ അവകാശങ്ങൾ ഹനിക്കുവാൻ വേണ്ടിയോ ഒന്നുമായിരുന്നില്ല എന്നതാണ് ഇന്നത്തെ ദിവസം നാം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന യുദ്ധവുമായിട്ടുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്. ബദർ ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിനും ആദർശത്തിനും വേണ്ടി നടത്തപ്പെട്ട ഒരു യുദ്ധമായി. ആ ബദറിന്റെ പേരിൽ വല്ലാതെ ആവേശം കൊള്ളേണ്ടതില്ല. ബദറിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ വച്ചു പുലർത്തുന്നവരാണ് ലോകജനത. അതിൽ പ്രധാനമായും 3 കാഴ്ചപ്പാടുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതിലൊരു വിഭാഗം പരിശുദ്ധ ഇസ്ലാമിനെ വിമർശിക്കുവാൻ വേണ്ടി വാളുകൊണ്ട് യുദ്ധത്തിലൂടെ അക്രമത്തിലൂടെ വളർന്നു വന്ന അല്ലെങ്കിൽ പിടിച്ചെടുക്കപ്പെട്ട മതമാണ് ഇസ്ലാം എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇന്ന് യുദ്ധമുന്നണിയിലുള്ള സൈനിസ്റ്റ് വിഭാഗം തന്നെയാണ്. ലോകമെമ്പാടും ബദറിനെ ഭീകരവൽക്കരിച്ചുകൊണ്ട് ഭീതികരമായ ഒരു യുദ്ധമായി എടുത്തു കാണിച്ചുകൊണ്ട് മനുഷ്യ സമൂഹത്തിനിടയിൽ ഇസ്ലാം ആക്രമണത്തിന്റെ മതമാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ. അതിനെ സാധൂകരിക്കുന്ന നിലയിൽ വിശ്വാസികളായ ആളുകളുടെ ഭാഗത്തു നിന്നുമുള്ള ചില പ്രവർത്തനങ്ങളും ചെറുപ്രവർത്തനങ്ങളും ഉണ്ട്. ആ ഭാഗത്തേക്ക് ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരു കാഴ്ചപ്പാട് അതാണ്, ഒരു വിഭാഗം അങ്ങനെയാണ്. രണ്ടാമതൊരു വിഭാഗമുണ്ട്. ആ വിഭാഗം വളരെ ന്യൂനപക്ഷമായ ഒരു വിഭാഗമാണ്. അത് നമ്മുടെ സമുദായത്തിന്റെ ഉള്ളിൽ തന്നെയുള്ള വിഭാഗമാണ്. കേരളത്തിൽ അവർ ഭൂരിപക്ഷമാണ് എങ്കിലും
ലോക മുസ്ലിമീങ്ങൾക്കിടയിൽ ഈ ഒരു ആചാരം വെച്ച് പുലർത്തുന്ന, ഈ ഒരു കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്ന ആളുകൾ കുറവാണ്. അവരുടെ കാഴ്ചപ്പാട് എന്നത് ബദർ എന്നത് ആണ്ട് നടത്തുവാനും ഭക്ഷണം കഴിക്കുവാനുമായി പടച്ച റബ്ബ് ഏർപ്പെടുത്തി തന്നൊരു ഏർപ്പാടാണ് എന്നാണ്. ഈ ഒരു കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്ന ഒരു ന്യൂനപക്ഷം, മൂന്നാമത്തെ വിഭാഗം, ബദർ നടന്നത് തൗഹീദിനു വേണ്ടിയായിരുന്നു, അള്ളാഹുവിന്റെ ഏകത്വത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാൻ വേണ്ടി. പ്രാർത്ഥന, ആരാധന അത് അള്ളാഹുവിന് മാത്രമാണ് എന്ന ആദർശം ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുവാനും ആ ആദർശത്തെ സംരക്ഷിക്കുവാനും വേണ്ടി പടച്ചറപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു നടപടി എന്ന് വിശ്വസിക്കുന്നവർ, പടച്ചറപ്പിന്റെ ഭാഗത്തു നിന്നും പ്രത്യേകമായി ഉണ്ടായ നടപടിയാണ് ബദർ. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ തടയുവാൻ വേണ്ടി മാത്രം പുറപ്പെട്ടത്. അബൂ സുഫിയാനും സംഘവും പ്രവാചകന്റെയും സംഘത്തിന്റെയും വരവിനെ മനസ്സിലാക്കി മറ്റൊരു വഴിയിലൂടെ മക്കയിലേക്ക് രക്ഷപ്പെടുകയും അവിടെ എത്തിയതിനു ശേഷം അബൂ സുഫിയാനെയും സംഘത്തെയും സഹായിക്കുവാൻ വേണ്ടി മക്കയിൽ നിന്നും പുറപ്പെട്ട അബൂജഹലിനോടും കൂട്ടരോടും ഞങ്ങൾ സുരക്ഷിതരായി ഇവിടെ എത്തി, ഇനി ബദറിലേക്ക് പോകേണ്ടതില്ല എന്ന സന്ദേശം കൊടുത്തിട്ടും ഞങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞു, ഇനി ഞങ്ങൾ മടങ്ങി വരികയില്ല എന്ന പ്രഖ്യാപനവുമായി അബൂജഹലും കൂട്ടരും ബദറിലേക്ക് എത്തിയെങ്കിൽ ആ ബദറിനെ ഏർപ്പെടുത്തിയത് അല്ലാഹുവായിരുന്നു. അതവന്റെ തൗഹീദിന്റെ നിലനിൽപ്പിനു വേണ്ടി. ഒപ്പം ലോകത്തിന് മാതൃകായോഗ്യരായ ഒരു വിഭാഗം ആളുകളെ സൃഷ്ടിക്കുവാനും ഖിയാമത്ത് നാൾ വരെ കടന്നു വരുന്ന മാനവരാശിക്ക് കൃത്യമായ ഗുണപാഠം എന്നുള്ള നിലയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച സംവിധാനമാണ് ബദർ എന്ന് പറയുന്നത്. ഇതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം, ഇതാണ് അഹ്ലുസുന്നയുടെ നിലപാട് എന്ന് പറയുന്നത്. ഇതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്ന നിലപാട്. അത് വിശുദ്ധ ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഖദ് കാന ലക്കും ആയത്തുൻ ഫീ ഫിഅത്തൈൻ ഇൽതഖത ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ് വ ഉഖ്റാ കാഫിറത്തുൻ. രണ്ട് വിഭാഗം ആളുകൾ ഏറ്റുമുട്ടി, അതിൽ നിങ്ങൾക്ക് ഗുണപാഠമുണ്ട്. രണ്ട് വിഭാഗത്തിൽ നിന്നും ഗുണപാഠമുണ്ട് എന്നാ പറയുന്നത്. അതിൽ ഒരു വിഭാഗം, രണ്ടാമത് പറഞ്ഞ വിഭാഗം ഉഖ്റാ കാഫിറത്തുൻ, അവര് സത്യനിഷേധികളായിരുന്നു. സത്യനിഷേധികളായ ആളുകൾ, ആ സത്യനിഷേധികളായ ആളുകളിലും നമുക്ക് പാഠമുണ്ട്. ആ സത്യനിഷേധികളായ ആളുകളിൽ നമുക്ക് ഉണ്ടാകുന്ന, നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത്, ഈ ബദർ യുദ്ധത്തിന് പുറപ്പെട്ടു വരുന്നതിന് മുമ്പായി പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുന്നിൽ പോയി കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് അവരുടെ നേതാവ് അബൂജഹൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. പടച്ച റബ്ബേ, അല്ലാഹുവേ, ഞങ്ങൾക്കിടയിൽ പുതിയ ആദർശവുമായി ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ മുറിച്ചു കളയുവാനായി വന്നവൻ ആരാണോ അവനെ നീ നശിപ്പിക്കണമേ, സത്യത്തിന്റെ ഭാഗത്ത് നീ വിജയിപ്പിക്കണമേ എന്ന ആശയത്തിൽ അബൂജഹൽ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചത് ആരോടാണ്? അല്ലാഹുവിനോടാണ്. അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച ആ വിഭാഗവുമായിട്ട് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി തരുവാൻ വേണ്ടി വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും ഏറ്റുമുട്ടിയെങ്കിൽ അവിടെ തന്നെ കൃത്യമായ മാതൃക നമുക്കുണ്ട്. ആ മാതൃക എന്താണ്? ആ മാതൃക മക്കയിലെ മുശ്രിക്കുകൾക്കും അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ അള്ളാഹുവിനോടൊപ്പം അവർ ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ഒക്കെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു എന്നതാണ്. ഒരു വിഭാഗം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാമെന്നും
മറ്റൊരു വിഭാഗം പ്രാർത്ഥന അള്ളാഹുവിനോടും മാത്രമാണ് എന്ന്. ഈ രണ്ട് ആദർശങ്ങളാണ് അവിടെ ഏറ്റുമുട്ടിയത്. ഇതാണ് ഗുണപാഠം എന്ന് പറയുന്നത്. മറ്റത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏറ്റുമുട്ടിയ ആളുകളോട്. ഈ രണ്ട് കൂട്ടരിലും നിങ്ങൾക്ക് ഗുണപാഠമുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ. സത്യനിഷേധികളായ ആളുകൾ വിഭാഗം അബൂജഹലും കൂട്ടരും അവർ പറഞ്ഞുവല്ലോ, വിശുദ്ധ കഅബാലയത്തിൽ പോയി പടച്ചറപ്പിനോട് പ്രാർത്ഥിച്ചു, പടച്ചവനെ സത്യത്തിന്റെ ആളുകൾക്ക് ഉത്തമമായതിനെ മാന്യമായതിനെ നീ വിജയിപ്പിക്കണമേ. അതിനു മറുപടിയായി ആ ബദർ യുദ്ധത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മാന്യമായതിനെ വിജയിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം താക്കീതും. അത് നമുക്കുള്ള ഗുണപാഠമാണ്. നിങ്ങൾ വിജയം തേടുന്നവരായിരുന്നുവെങ്കിൽ ആ വിജയമില്ല നിങ്ങൾക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ വിജയം തേടിയല്ലോ, മാന്യമായതിനെ വിജയിപ്പിക്കണമേ എന്ന്. ആ മാന്യമായ സംഘം ഇവിടെ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പരിഹാസരൂപേണ അവരോട് അന്ന് പറഞ്ഞു. അത് പറഞ്ഞതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് 3 താക്കീത് കൊടുത്തു. 3 താക്കീത് കൊടുക്കുക. ഏതൊക്കെയാണത്? ഒന്ന്, വഇൻ തന്തഹു ഫഹുവ ഖൈറുൽ ലക്കും. നിങ്ങൾ ഇത് ഇവിടെ അവസാനിപ്പിച്ചോ, ഇത് നിങ്ങൾ ഇവിടെ അവസാനിപ്പിച്ചു കൊള്ളണം. ഫഹുവ ഖൈറുൽ ലക്കും, അതാ നിങ്ങൾക്ക് നല്ലത്. ഇത് നിങ്ങൾ ഇവിടെ അവസാനിപ്പിച്ചാൽ അത് നിങ്ങൾക്ക് നല്ലതാണ്. ഇനി നിങ്ങളത് വീണ്ടും ആവർത്തിക്കുകയാണ് എങ്കിൽ നമ്മളും ഇതാവർത്തിക്കും, നാമും ആവർത്തിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോളൂ. വലൻ തുഗ്നിയ അൻകും ഫിഅതുകും ശൈഅ വലൗ കസുറത്. നിങ്ങളുടെ എണ്ണം എത്ര കൂടുതലാണ് എങ്കിലും നിങ്ങൾക്കത് ഉപകരിക്കുകയില്ല കേട്ടോ. ഈ 3 താക്കീതുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ബദർ യുദ്ധത്തിന് ശേഷം സത്യനിഷേധികളായ ആളുകൾക്ക് കൊടുക്കണം. അങ്ങനെ ആകണമെങ്കിൽ അത് മുസ്ലിങ്ങൾക്കുള്ള, വിശ്വാസികൾക്കുള്ള ഒരു മെസ്സേജാണ്. പടച്ചറപ്പ് ആ ഒരു നിലപാട് സ്വീകരിക്കണം എങ്കിൽ വിശ്വാസികളോട് അല്ലാഹു വാഗ്ദാനം ചെയ്തുകൊണ്ട് പറയുന്നു, തീർച്ചയായിട്ടും അല്ലാഹു മുഅ്മിനീങ്ങളുടെ കൂടെയാണ്. അത് വാഗ്ദാനമാണ്. സത്യനിഷേധികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിലയിലുള്ള ഒരു നിലപാട് സ്വീകരിക്കണം എങ്കിൽ നിങ്ങൾ വിശ്വാസികളാകണം. നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാകണം, ഈമാനുള്ളവരായി തീരണം. നിങ്ങൾ ഈമാനുള്ളവരാണ് എങ്കിൽ അല്ലാഹ് മുഅ്മിനീങ്ങൾക്കൊപ്പമായിരിക്കും, അല്ലാഹു വിശ്വാസികൾക്കൊപ്പമായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പോൾ സഹായം കിട്ടും, വിശ്വാസികൾ ആയിരിക്കണം എന്നതാണ്. ഇതാണ് ബദറിലൂടെ നമുക്ക് കിട്ടുന്ന 1ാമത്തെ പാഠം. നാം വിശ്വാസികളാണ്. യഥാർത്ഥ വിശ്വാസികൾ, ഈമാനുള്ളവർ നാം ആയിത്തീരുകയാണ് എങ്കിൽ അവിടെ അല്ലാഹുവിന്റെ സഹായം നമുക്ക് ഉണ്ടായിത്തീരുമെന്നതാണ്. ഒപ്പം തന്നെ വിശ്വാസ സമൂഹത്തിന് സന്തോഷം പകർന്നു കൊടുത്ത ഒരു യുദ്ധം കൂടിയായിരുന്നു ബദർ. യുദ്ധം എന്ന് എടുത്ത് പറയുമ്പോൾ ശ്രദ്ധിച്ചോളണം. ഇന്ന് നമ്മൾ കാണുന്ന പോലെ പസ്തറുകളൊന്നും ഇടുന്ന മിസൈലുകളോ മറ്റും ഇട്ട് ക്രൂരമായി സിവിലിയന്മാരെ കൊല്ലുന്ന തരത്തിലുള്ള യുദ്ധമല്ല. കുറച്ചാളുകൾ, 313 ആളുകൾ ഒരു ഭാഗത്തും 1000-ലധികം വരുന്ന ആളുകൾ മറ്റൊരു ഭാഗത്തു നിന്നും ഏറ്റുമുട്ടിയ ഒരു യുദ്ധമാണ്. ഇരിക്കട്ടെ, അല്ലാഹ് പറഞ്ഞു,
ഇന്നല്ലാഹ അസീസുൻ ഹകീം. മനസ്സിലാക്കിക്കോ. വമാ ജഅലഹു അല്ലാഹു ഇല്ലാ ബുശ്റ. ഇത് നിങ്ങൾക്ക് അല്ലാഹ് നൽകിയ ഒരു സന്തോഷ വർത്തമാനമാണ്. വലിതത്മഇന്ന ബിഹി ഖുലൂബുക്കും. നിങ്ങളുടെ ഹൃദയത്തിന് കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടി കുറെ കഷ്ടപ്പെട്ടല്ലോ, നിങ്ങൾ കുറച്ച് പ്രതിസന്ധിയിലായിരുന്നല്ലോ, ഒരുപാട് അനുഭവിച്ചല്ലോ. ആ അനുഭവങ്ങൾക്കൊക്കെ എപ്പോഴും ഒരു സമൂഹം എല്ലാ കാലഘട്ടത്തിലും ഒരുപോലെ അനുഭവിക്കപ്പെടാൻ മാത്രം വിധിക്കപ്പെട്ടവരായി മാറുകയില്ല എന്നതാണ്. അത് ചരിത്രമാണ്. ഒരു സമൂഹവും എല്ലാ കാലഘട്ടത്തിലും അടിച്ചമർത്തപ്പെട്ടവരായി മാത്രം ജീവിക്കുകയില്ല. അവർ ഉയർത്തെഴുന്നേറ്റ് വരുന്നൊരു സമയമുണ്ടാകും. വിശ്വാസ സമൂഹവും അങ്ങനെയാണ്. ബദറിലൂടെയാണ് അവർ ഉയർത്തെഴുന്നേൽക്കപ്പെട്ടത്. അതിനു മുമ്പുള്ള 13 വർഷക്കാലത്തെ പിറന്ന നാട്ടിലെ ജീവിതം അവരെ സംബന്ധിച്ചിടത്തോളം നരകയാതന എന്ന് പറയാം. സ്വതന്ത്രമായ നിലയിൽ വഴികളിലൂടെ നടന്നു പോകാനോ ആരാധനകൾ അർപ്പിക്കുവാനോ പോലും അവകാശമില്ലാതെ ആട്ടും തുപ്പുമേ അടിയും തൊഴിയുമേറ്റ് കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവർ വന്നു. അവരുടെ മനസ്സുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശാന്തിയും സമാധാനവും നൽകി. അവർക്ക് സന്തോഷ വർത്തമാനമായി ബദറിലെ വിജയം നൽകി. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്. ബദറിലൂടെ കിട്ടുന്ന രണ്ടാമത്തെ പാഠമാണ് വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്. സഹായം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണ്. വേറൊരാളുടെ അടുക്കൽ നിന്നും സഹായം കിട്ടൂല. ബദരീങ്ങളെ വിളിച്ചു ചോദിച്ചതുകൊണ്ട് സഹായം കിട്ടൂല. സഹായം കിട്ടണോ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമേ സഹായം കിട്ടുകയുള്ളൂ. വേറൊരു മഖ്ലൂഖിൽ നിന്നും സഹായം കിട്ടുകയില്ല. ഇന്നല്ലാഹ അസീസുൻ ഹകീം. അല്ലാഹു പ്രതാപിയാണ്. ഇതാണ് ബദറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത്. പരിമിതമായ സൈന്യം. ആ സൈന്യത്തിന് ഒരു വമ്പൻ സൈന്യത്തോട് വിജയിക്കാൻ സാധ്യമായ അള്ളാഹുവിന്റെ ഈ സഹായം ഉള്ളതുകൊണ്ടാണ്. അള്ളാഹുവിന്റെ സഹായം ഉള്ളത് കൊണ്ട് മാത്രമാണ്. അതല്ലാതെ ഭൂരിപക്ഷമൊന്നുമല്ല. അതല്ല നേരത്തെ തന്നെ താക്കീത് കൊടുത്തു കഴിഞ്ഞല്ലോ. സത്യനിഷേധികളെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കാര്യവും ഉപകാരം ചെയ്യൂല കേട്ടോ. എത്ര അധികരിച്ചാണെങ്കിലും എത്ര അധികം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യൂല. ഇപ്പൊ താരാണുള്ളതെങ്കിൽ മുഅ്മിനീങ്ങളാണുള്ളതെങ്കിൽ മുഅ്മിനീങ്ങളായിരിക്കണം എങ്കിൽ എന്ത് ചെയ്യും? പടച്ചറപ്പിന്റെ അടുക്കൽ നിന്നുള്ള സഹായം ഉണ്ടായിത്തീരും, സംശയിക്കണ്ട. അതിന് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും ബദറിൽ സഹായം ഇറങ്ങിയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ബദറിലേക്ക് ഇറങ്ങി തിരിച്ച സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം, അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗ്ഗമായിരുന്നു. സ്വർഗം ലക്ഷ്യം വെച്ചു എന്നതാണ്. സ്വർഗം ലക്ഷ്യം വെക്കുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മരിക്കാൻ പേടിയുണ്ടാവില്ല. മരിക്കാൻ പേടിയുള്ള ഒരു സമൂഹത്തെ പരാജയപ്പെടുത്താൻ കഴിയുകയില്ല. എത്ര അധികം ബാധകതാണ്. സ്വർഗം ലക്ഷ്യം വെച്ചവന് മരിക്കാൻ ഭയമുണ്ടാവുകയില്ല. മരിക്കാൻ ഭയമുള്ളവനെ പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല. ബദറിൽ നമ്മൾ കണ്ടു. അതിനുശേഷം ഉഹദിന് നമ്മളത് കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, അല്ലാഹുവിനെ കൊണ്ട് സത്യം, എന്റെ ആത്മാവ് ആരുടെ കൈകളിലാണോ അവനെ കൊണ്ട് സത്യം, ലാ യുഖാതിലുഹും യൗമ റജുലുൻ ഫയുഖ്തലു സാബിറൻ മുഹ്തബിസൻ മുഖ്ബിലൻ ഗൈറ മുദ്ബിരിൻ ഇല്ലാ അദ്ഖലഹു അല്ലാഹുൽ ജന്ന. യുദ്ധത്തിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപനം നടത്തുകയാണ്. ക്ഷമയോടുകൂടെ പ്രതിഫലം കിട്ടുമെന്ന ഉദ്ദേശത്തോടുകൂടെ ഈ യുദ്ധത്തിൽ ആരെങ്കിലും പുറപ്പെട്ടു കഴിഞ്ഞാൽ
പിന്തിരിഞ്ഞോടാതെ യുദ്ധമുഖത്ത് നിൽക്കുകയും ആ യുദ്ധത്തിൽ രക്തസാക്ഷിയാക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു അവനെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും. ഇത് ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉടനെ ഫഖാല ഉമൈർ ഇബ്നുൽ ഹമ്മാം, ആനായ ഉമൈർ ഇബ്നുൽ ഹമ്മാം ചരിത്രത്തിൽ കാണാം, അദ്ദേഹം കുറച്ച് കാരക്ക ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ആകെയുള്ള ഭക്ഷണം അതാണ്, ആകെയുള്ള ഭക്ഷണം അതാണ്. അത് തിന്നുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹം ഈ പ്രഖ്യാപനം കേൾക്കുന്നത് പ്രഖ്യാപനം അതാണ്, എന്തായത്? എന്റെയും എന്റെ സ്വർഗപ്രവേശനത്തിന്റെയും ഇടയിൽ ആകെയുള്ളത് ഈ ശത്രുക്കൾ എന്നെ കൊല്ലുന്നത് മാത്രമാണ് എങ്കിൽ പിന്നെ എനിക്ക് എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് കയ്യിലിരുന്ന കാരക്ക വലിച്ചെറിഞ്ഞുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് പുറപ്പെട്ട മഹാനായ ഉമൈർ ഇബ്നുൽ ഹമ്മാം റളിയല്ലാഹു അൻഹു ലക്ഷ്യബോധമുണ്ടായിരുന്നു. ആ ലക്ഷ്യം സ്വർഗമായിരുന്നു. അതുകൊണ്ട് തന്നെ മരിക്കുവാൻ പേടിയില്ലായിരുന്നു. മരിക്കുവാൻ പേടിയില്ലാത്തൊരു ജനതയെ പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല. അദ്ദേഹം യുദ്ധത്തിൽ രക്തസാക്ഷിയാക്കപ്പെട്ടു. പക്ഷേ സ്വർഗത്തെ സംബന്ധിച്ചുള്ള ആ ചിന്ത പിന്നെ ആർക്കാ പരാജയം ഉണ്ടാക്കുന്നത്? പരാജയം ഉണ്ടാക്കുന്നത് ആർക്കാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നു, പരാജയം ഉണ്ടാകുന്നത് രണ്ട് ചിന്താഗതി വെച്ച് പുലർത്തുന്നവർക്കാണ്. ഏതാണ് ആ രണ്ട് ചിന്താഗതി? ഒന്ന് ഹുബ്ബു ദുനിയാ വ കറാഹിയത്തുൽ മൗത്ത്. ഒന്ന് ഹുബ്ബു ദുനിയാ, ദുനിയാവിനോടുള്ള അമിതമായ താല്പര്യം. രണ്ട് കറാഹിയത്തുൽ മൗത്ത്, മരണത്തിനോടുള്ള ഉറപ്പ്. ഈ രണ്ട് സംഗതികൾ, ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വെച്ച് നടക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ആ സമൂഹം എത്ര ശക്തരാണെങ്കിലും ശരി, അവർ പരാജിതരായിരിക്കും. ബദർ നൽകുന്ന സന്ദേശമാണ് നാം മനസ്സിലാക്കുക. ഒപ്പം തന്നെ ഈ സമൂഹത്തിന് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകുവാനുള്ള കാരണം എന്താണ്? നിരന്തരമായ പ്രാർത്ഥനയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. ഖുർആനിലുള്ള വചനങ്ങളൊക്കെ തസ്തഗീസൂന റബ്ബക്കും വസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. മലക്കളാക്കിക്കൊണ്ട് നിങ്ങളെ സഹായിക്കാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മറുപടി കൊടുത്തു. എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവിടുത്തെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തുകൊണ്ട് മഹത്തായ ചില അനുഗ്രഹങ്ങൾ നൽകി. ആ അനുഗ്രഹങ്ങൾ എടുത്തു പറയുന്നത് എന്താ? ഒന്ന്, ഇത് മനഃശാന്തിയുമായിട്ട് അവർക്കൊരു പിന്നെ ഉറക്കം കിട്ടും, അല്പം ഒരു മയക്കം. അതോടുകൂടി മനസ്സുകളൊക്കെ പിന്നെ സ്വസ്ഥമായി. ആകാശത്തു നിന്നും വെള്ളം ഇറക്കി കൊടുത്തു, അല്പം മഴ കൊടുത്തു. എന്തിനാണ് ഇങ്ങനെ ഈ മനസ്സമാധാനവും ഇതൊക്കെ കൊടുത്തത്? അതുകൊണ്ട് അവരെ ശുദ്ധീകരിക്കാൻ. ഒപ്പം ഒന്ന്, പിശാചിന്റെ ദുർബോധനം അവരിൽ നിന്നും മാറിപ്പോകാൻ. പിശാചിന്റെ ദുർബോധനം എവിടെയുണ്ടോ അവിടെ പരാജയം ഉറപ്പാണ്. പിശാച് വന്ന് ദുർബോധനം നടത്തും. ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ നിന്റെ കുടുംബം ആര് നോക്കും? നിനക്ക് എന്ത് രക്ഷയാണുള്ളത്? പിശാചിന്റെ ദുർബോധനം എല്ലാ മേഖലയിലുണ്ട്. അവിടെ പിശാചിന്റെ ദുർബോധനത്തിൽ നിന്നും അവർക്ക് പടച്ചോൻ കാവൽ കൊടുത്തു. അവരുടെ മനസ്സുകൾക്ക് കെട്ടുറപ്പ് കൊടുക്കാൻ, ഹൃദയങ്ങൾക്ക് കെട്ടുറപ്പ്, ഹൃദയത്തിന് ബലം കൊടുക്കാൻ. അല്ലാഹു തആല അവരുടെ പാദങ്ങൾക്ക് ഉറപ്പ് നൽകാൻ വേണ്ടി ഇതൊക്കെ കിട്ടിയത്. പിശാചിന്റെ ദുർബോധനത്തിൽ നിന്നും മാറുവാൻ പറ്റിയത്, മാറ്റി നിർത്തിയത്, ഹൃദയങ്ങൾക്ക് കെട്ടുറപ്പ് കൊടുത്തത്
പ്രാർത്ഥനയുടെ ഫലമാണ്. പ്രാർത്ഥനയുടെ ഫലമാണ്. പ്രാർത്ഥനയിലൂടെ വിശ്വാസ സമൂഹത്തിന് വിജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. മറുഭാഗത്ത് വിശ്വാസികളുടെ ഹൃദയത്തിൽ അല്ലാഹു ഉറപ്പ് കൊടുക്കുമ്പോൾ മറുഭാഗത്ത് അവിശ്വാസികളുടെ ഹൃദയത്തിൽ അല്ലാഹു ഭയം കൊടുത്തു. സനുൽഖി ഫീ ഖുലൂബിൽ ലദീൻ, ഒരു കൂട്ടരുടെ ഹൃദയത്തിൽ അല്ലാഹു ഇട്ടുകൊടുത്തു. അല്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകളുടെ ഹൃദയത്തിൽ ഭയം ഇട്ടുകൊടുത്തു. എന്താ ഭയം ഇട്ടുകൊടുക്കുന്നത്? കാരണം ബിമാ ശറകു, അവർ ശിർക്ക് ചെയ്തു. ശിർക്ക് ചെയ്യുന്നവന്റെ ഹൃദയത്തിലേക്ക് എന്ത് ചെയ്യും? അള്ളാഹു ഭയം ഇട്ടുകൊടുക്കും എന്നതാണ് നാം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ. പ്രിയമുള്ളവരെ, ക്ഷമയുടെയും ഒപ്പം തഖ്വയുടെയും ഒക്കെ സന്ദേശം ബദർ നമുക്ക് നൽകുന്നുണ്ട്. ബദറിന്റെ ഏറ്റവും വലിയ സന്ദേശം എന്നത് ആരാധന, പ്രാർത്ഥന അള്ളാഹുവിന് മാത്രം എന്നതാണ്. അതിനുവേണ്ടി അത് നിലനിർത്തുവാൻ വേണ്ടിയായിരുന്നു ബദറിലേക്ക് പ്രവാചകനും സംഘവും ഇറങ്ങി പുറപ്പെട്ടത്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ കാതൽ, അതിന്റെ ഏറ്റവും വലിയ സന്ദേശവും ഈ ഒരു വാചകം മാത്രമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനയ്ക്കർഹൻ അല്ലാഹയല്ലാതെ മറ്റാരും ഇല്ല എന്ന ആരാധനകൾ, പ്രാർത്ഥനകൾ, നേർച്ചകൾ, അർത്ഥനകൾ മുഴുവനും അത് അള്ളാഹുവിന് മാത്രമെന്നതാണ്. ഇത് തന്നെയാണ് ബദർ നമുക്ക് നൽകുന്ന ഏറ്റവും മഹത്തായ സന്ദേശം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമു അലാ ഇബാദിഹി അല്ലദീന ഇസ്തഫാ. اللهم صل على محمد وعلى آل محمد اتقوا الله عباد الله. പ്രിയമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസം ഒരിക്കൽ കൂടി തഖ്വയോടുകൂടി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മൂന്ന് കാര്യം ഓർമ്മപ്പെടുത്തുക. ഒന്ന്, വിശുദ്ധ റമദാനിന്റെ 16ാമത്തെ ദിവസത്തിലാണ് നമ്മൾ ഉള്ളത്. ഒരു തിരിഞ്ഞു നോട്ടം നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. പടച്ചറപ്പ് റമദാനിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്, അനുഗ്രഹങ്ങൾ ഏറ്റവും അധികം വെച്ചിട്ടുള്ളത് അവസാന സമയത്താണ്. ആദ്യ സമയങ്ങളിൽ നമുക്ക് ഏറെ ആവേശമുണ്ടായിരുന്നു. അതേ ആവേശം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നാം ഒന്ന് പരിശോധിക്കണം. നിലനിൽക്കുന്നില്ല എങ്കിൽ വീണ്ടും പഴയ ഒരു ആവേശത്തിലേക്ക് നമ്മൾ എത്തിപ്പെടണം. നമുക്ക് പടച്ചറപ്പ് നൽകിയിട്ടുള്ള അവസരമാണ്. നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുവാൻ വേണ്ടി, നമ്മുടെ സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെടുവാൻ വേണ്ടി നാം എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ നാം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ച ഒരു പരിശോധനയ്ക്ക് ഉള്ള ഒരു സമയമാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒന്നാമതായി അതാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. രണ്ടാമതായി ഞാനിവിടെ ഒന്നാമത്തെ ഖുത്ബയിൽ സൂചിപ്പിച്ചു ബദറിനെ സംബന്ധിച്ച്. ഇന്ന് നോമ്പ് 16ആണ്. ഇന്ന് വൈകുന്നേരമാകുമ്പോൾ 17ലേക്ക് പ്രവേശിക്കും. റമദാൻ 17നാണ് ബദർ നടന്നത്. രണ്ടാമത്തെ ചിന്താഗതിക്കാരായി ഒരു വിഭാഗത്തിന് ഞാൻ പറഞ്ഞിരുന്നു, ബദർ എന്ന് പറയുന്നത് ആണ്ട് കഴിക്കുവാനും നേർച്ച കഴിക്കുവാനും ഒക്കെയുള്ള ഒരു ഏർപ്പാടായി പടച്ചറപ്പ് നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് വിശ്വസിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട്. അവിടെ ഇതുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള മാലകളും മൗലിദുകളും ഒക്കെ
പാരായണം ചെയ്യുകയും ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരുപക്ഷെ നമുക്ക് കാണുവാൻ സാധിച്ചേക്കാം. അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നാം ഇടപെടുക എന്നത് നമ്മുടെ തൗഹീദ് പൊളിക്കുന്നതിന് തുല്യമാണ്. തൗഹീദ് പൊളിഞ്ഞാൽ, ശിർക്ക് വന്നാൽ സംഭവിക്കുന്നത് എന്ത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ആരോട് പറഞ്ഞു? മുഹമ്മദ് നബിയോട് പറഞ്ഞു. ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. പ്രവാചകനെ, താങ്കൾ എങ്ങാനും ശിർക്ക് ചെയ്താൽ, പ്രവാചകനെ വിളിച്ചിട്ടാ പറയുന്നത്, ശിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക, അവൻ മുഴുവനും പൊളിഞ്ഞു പോകും കേട്ടോ. അവന് മുഴുവനും പൊളിഞ്ഞു പോകും. ഇത് അല്ലാഹുവിന്റെ താക്കീതാണ്. ഈ 16 ദിവസവും നാം നോമ്പെടുക്കണം. ഈ 16 ദിവസം ഖുർആൻ പാരായണം ചെയ്തു, ഒരുപാട് ക്ലാസുകൾ കേട്ടു, ഒരുപാട് പ്രാർത്ഥനകൾ നടത്തി, ദിക്റുകൾ ചൊല്ലി, ഒരുപാട് നന്മകളിൽ മുന്നേറാൻ നമ്മൾ ശ്രമിച്ചു, മുന്നേറി. പക്ഷേ ശിർക്ക് വന്നോ, അമലുകള് പൊളിഞ്ഞു പോകും എന്ന് അല്ലാഹു പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. വേറെ ആരും പറഞ്ഞതല്ല. ഹദീസാണെങ്കിൽ നമുക്ക് പറയാം അതങ്ങനെയാണ് ഇങ്ങനെയാണ് അതിന്റെ വ്യാഖ്യാനം. ഇത് ഖുർആനാ. നേർക്കുനേർ അല്ലാഹു പറഞ്ഞതാ. നേർക്കുനേർ. ആരോട്? പ്രവാചകനോട് നേർക്കുനേർ പറയണം. പ്രവാചകനെ, താങ്കളുടെ അമലെന്ന് പൊളിഞ്ഞു പോകും. അത്രയും ഗൗരവമേറിയ വിഷയമാണ്. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം അതാണ്, നമ്മളത് ശ്രദ്ധിക്കണം. നമ്മൾ ഇതുവരെ ചെയ്ത നമ്മുടെ ഇബാദത്ത്, കർമ്മങ്ങൾ, അമലുകൾ നഷ്ടപ്പെടാതെ നാം സൂക്ഷിക്കും. മൂന്നാമത്തത്, അവസാനത്തെ 10ലേക്ക് നാം പ്രവേശിക്കുവാൻ തയ്യാറായിരിക്കുക. അവസാനത്തെ 10ലേക്ക് പ്രവേശിക്കുവാൻ തയ്യാറായിരിക്കുക. അവസാനത്തെ 10 ധാരാളമായി നമ്മളൊക്കെ നന്മ ചെയ്യേണ്ട ഒരു സമയം. അതിൽ തന്നെ ഏറ്റവും കൂടുതലായി അവസാനത്തെ 10 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി പറഞ്ഞിരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വതക്കയുടെ വിഷയത്തിൽ അടിച്ചു വീശുന്ന കാറ്റ് പോലെയായിരുന്നു. ഒരുപാടൊന്നുമില്ല, എന്നാലും ഉള്ളതിങ്ങനെ കൊടുക്കുമായിരുന്നു. സമൂഹത്തിന്, സമുദായത്തിന് അതിനുവേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നാണ്. എന്താണ് അതിന്റെ കാരണം എന്ന് പറയുന്നത്? മനുഷ്യന് ജീവിക്കുവാൻ വായു ആവശ്യമാണ്. വായു മനുഷ്യജീവന്റെ നിലനിൽപ്പിന് ആധാരമാണ്. വെള്ളം മനുഷ്യന്റെ നിലനിൽപ്പിന് ആധാരമാണ്. അതുപോലെ തന്നെ സമ്പത്തും മനുഷ്യ ജീവിതത്തിന്റെ നിലനിൽപ്പിന് ആധാരമാണ്. അത് ഖുർആൻ പറഞ്ഞതാണ്. വലാ തുഖ്തുസ്സുഫഹാ അംവാലകുമുല്ലതി ജഅലല്ലാഹു ലക്കും ഖിയാമ. നിങ്ങളുടെ നിലനിൽപ്പിന് ആധാരമാക്കിയിട്ടുള്ള നിങ്ങളുടെ സമ്പത്ത് എന്നാണ്. മനുഷ്യ ജീവിതത്തിന്റെ നിലനിൽപ്പിന് ആധാരമാണ് സമ്പത്ത്. ഇത് മൂന്നും വേണം. വായുവും വേണം, വെള്ളവും വേണം, സമ്പത്തും വേണം. എന്നാൽ ഇതിൽ വായുവും വെള്ളവും അല്ലാഹു എല്ലാവർക്കും യഥേഷ്ടം നൽകി. വായു എല്ലാവർക്കും ഒരുപോലെ നൽകിയിട്ടുണ്ട്. വെള്ളവും അത്യാവശ്യം യഥേഷ്ടം നൽകിയിട്ടുള്ള വിഭവം തന്നെയാണ്. എന്നാൽ സമ്പത്ത് അങ്ങനെയല്ല. സമ്പത്ത് അല്ലാഹു ചില ആളുകളുടെ കൈവശം കൂടുതലായി കൊടുത്തു, ചില ആളുകളുടെ കൈവശം കുറച്ചു കൊടുത്തു. പക്ഷെ ഇരു കൂട്ടർക്കും എന്ത് വേണം? ഇവിടെ നിലനിൽക്കണമെങ്കിൽ സമ്പത്ത് വേണം. അതിനുള്ള സംവിധാനം പറഞ്ഞു. നിങ്ങളെ 2 കൂട്ടരെയും പരീക്ഷിക്കുകയാണ് കേട്ടോ. ഒരു കൂട്ടരെ സമ്പത്ത് നൽകിക്കൊണ്ട് പരീക്ഷിക്കുന്നു, മറ്റൊരു കൂട്ടരെ സമ്പത്ത് കൊടുക്കാതെ പരീക്ഷിക്കുന്നു. സമ്പത്ത് കൊടുത്തവൻ ഇല്ലാത്തവന് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ പറ്റും. അതിൽ 2 സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചു. ഒന്നാമത്തെ സംവിധാനം കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞു, സക്കാത്ത്. അത് വെറും 2.5%. അത് 2.5 ഉള്ളൂ.
രണ്ടാമത്തത് സ്വതക്കയാണ്. സ്വതക്ക അതിന് പ്രത്യേകിച്ച് ശതമാനം കണക്കൊന്നും പറഞ്ഞിട്ടില്ല. കൊടുക്കാം, പറ്റുന്നത്രയും കൊടുക്കാം. നമ്മുടെ ചിന്താഗതി നമ്മെ പിന്നോട്ട് വലിക്കുന്നു. ആ ചിന്താഗതി നാം കൊടുത്തു കഴിഞ്ഞാൽ കുറഞ്ഞു പോകുമോ, അല്ലെങ്കിൽ നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന ചില സംഗതികൾ നമുക്ക് നടത്താൻ കഴിയുമോ എന്നതാണ് അത് നമ്മെ പിന്നോട്ട് വലിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി, സ്വതക്ക നിങ്ങളുടെ സമ്പത്ത് കുറയ്ക്കുകയും സ്വതക്കയിലൂടെ നിങ്ങളുടെ സമ്പത്ത് കുറയുകയില്ല. സക്കാത്തിലൂടെ സമ്പത്തിന് വിശുദ്ധിയും വളർച്ചയും ഉണ്ടാകും. ഇത് അല്ലാഹു വാഗ്ദാനം ചെയ്തതാണ്. അല്ലാഹയാണ് നമ്മെ ഇത് ഏൽപ്പിച്ചത്. ഇത് താൽക്കാലികമായ ഒരു കൈകാര്യം ചെയ്യുവാൻ കഴിയും. അർഹരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ഉത്തരവാദിത്വം കൃത്യമായ നിലയിൽ നിർവഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന ഒരു പരീക്ഷണമാണ് അല്ലാഹു സമ്പത്ത് നൽകുന്നതിലൂടെ ചെയ്യുന്നത്. ഈ വിശുദ്ധ റമദാനിലെ ഈ അവസാന ഭാഗത്തേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മൾ ആ വിഷയം ഗൗരവത്തോടുകൂടെ തന്നെ കാണേണ്ടതുണ്ട് എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.